ഉറി ചാവേർ ആക്രമണത്തിന് പിന്നിൽ ജയ്ഷെ മുഹമ്മദാണ് എന്ന സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഭീകരർ ഉപയോഗിച്ചത് പാക് മുദ്രയുള്ള ആയുധങ്ങളാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 17 സൈനികരാണ്. 20 സൈനികരാകട്ടെ ഗുരുതരാവസ്ഥയിൽ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. 4 ഭീകരരെയാണ് സൈന്യം ഇന്ന് വധിച്ചത്. ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചപ്പോൾ മറ്റ് 3 പേരെയും സൈന്യം വെടിവെച്ച് വീഴ്ത്തി. ഇന്ന് ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJP കശ്മീരിനെ സംബന്ധിച്ച് BJP എല്ലാ തലങ്ങളിലും പാളുകയാണോ എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒപ്പം 17 സൈനികരുടെ ജീവൻ, 20 പേർ ഗുരുതരാവസ്ഥയിൽ. നിർണായകമായ നിമിഷങ്ങളിലൂടെ ഇന്ത്യൻ അതിർത്തി കടന്നു പോകുമ്പോൾ ഭരണകൂടം എന്തെടുക്കുകയാണ്? തീർച്ചയായും ടോം വടക്കൻ, A. റഹീം, VV രാജേഷ്, ജിജി പോൾ എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നത് വിവിധ സ്റ്റുഡിയോകളിൽ നിന്നും. ആദ്യമായി കോഴിക്കോട് സ്റ്റുഡിയോയിലുള്ള VV രാജേഷിലേക്ക് തന്നെ പോകാം. VV രാജേഷ്, കേൾക്കാമെങ്കിൽ? വളരെ ഗുരുതരമായ സാഹചര്യം. 17 സൈനികർക്ക് നമുക്ക് ആദ്യം ആദരാഞ്ജലികൾ അർപ്പിക്കാം, രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണവർക്ക്. ഒപ്പം ഈ ഭീകരാക്രമണങ്ങൾ പഠാൻകോട്ട് മാതൃകയിൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്തൊക്കെ ആശങ്കയാണ് ഇന്ത്യ പങ്കുവെക്കേണ്ടത്? VV രാജേഷ്. അജിംഷാദ്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതീവ ഗുരുതരമാണ് സ്ഥിതിവിശേഷങ്ങൾ. ഒരുപക്ഷേ നമ്മുടെ രാഷ്ട്രം വളരെ അധികം നമ്മുടെ സൈന്യത്തോടൊപ്പം അവരുടെ നിലപാടുകളോടൊപ്പം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്, ഒരു മണിക്കൂറുകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനുമായി ഉള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മേൽക്കൈ, നയതന്ത്ര രംഗത്ത് കിട്ടിയിട്ടുള്ള ഒരു മേൽക്കൈ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ നമ്മുടെ സൈനിക ശേഷിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഞാൻ രാജ്യത്തിന് ഉറപ്പ് തരുന്നു, ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവർക്ക് തീർച്ചയായും അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രം ഒന്നാകെ സൈന്യത്തിന് പിന്നിൽ, രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. VV രാജേഷ്, സൈന്യത്തിന് പിന്നിലും രാജ്യത്തിന് പിന്നിലും ഉറച്ചു നിൽക്കാൻ നമ്മെ ആരും പഠിപ്പിക്കേണ്ടതില്ല, അത് നമ്മൾ എപ്പോഴുമാണ്. പക്ഷേ ഭീകരമായ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. നോക്കൂ രാജേഷ്, ആഭ്യന്തരമായി കശ്മീർ ഭരിക്കുന്നത് നിങ്ങളാണ്. PDPയുമായി ചേർന്ന് BJP ഭരിക്കുന്നു സംസ്ഥാനം, കേന്ദ്രം ഭരിക്കുന്നത് നിങ്ങളാണ്. പ്രതിരോധവും ആഭ്യന്തരവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നു. നോക്കൂ, കശ്മീരിൽ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. സംഘർഷം നാളുകളായി, ഇതുവരെയും അതിന് അറുതി വരുത്താനായില്ല. പഠാൻകോട്ട് മാതൃകയിൽ ഇത്തരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആക്രമണം ഉണ്ടാകുമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ വിവരങ്ങളുണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തി ഉള്ള സംവിധാനമാണ് നടന്നത്. സുരക്ഷയുടെ വൻ പാളിച്ച. ഞങ്ങളുടെ അതിർത്തി കാക്കുന്നില്ലേ നിങ്ങൾ എന്ന ചോദ്യം ഓരോ ജനവും ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ കൂടി അഡ്രസ് ചെയ്യണം ശ്രീ രാജേഷ്. അജിംഷാദ്, കുറ്റപ്പെടുത്തലുകളിലേക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും ഈ അവസരത്തിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ ചർച്ചകൾ നടത്താറുണ്ട്. ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരാം. ഭരിക്കുന്നത് ആരാണ് എന്നുള്ളതല്ല പ്രശ്നം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏതു തരത്തിലുള്ള ചർച്ചകളാവാം, ഏതു തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഭാരതത്തെ പോലുള്ള ഒരു അജിംഷാദ്, സൗണ്ട് സിസ്റ്റം എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഭാരതത്തെ പോലുള്ള ഒരു ഭരണമോ ഒരു രാഷ്ട്രീയ നേതൃത്വമോ ഒരു സൈനിക നേതൃത്വമോ അല്ല പാകിസ്ഥാനിലുള്ളത്. ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന സൈനിക നേതൃത്വമല്ല പാകിസ്ഥാനിലുള്ളത്. പാക് ഒക്കുപൈഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട് ഭീകര താവളങ്ങളുണ്ട്. വർഷങ്ങളായി ഭീകരർ ഇതിനെ ഒരു കച്ചവടം പോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഭീകരരുണ്ട്. അവരോടൊക്കെ തന്നെ ഏറ്റുമുട്ടുമ്പോഴേക്കും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന അതേ നിലപാട് ഭാരതത്തിന് സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ്റെ ചിത്രമല്ല ഭാരതത്തിനുള്ളത്. പാകിസ്ഥാൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ അല്ല ഭാരതത്തിൻ്റെ നേതാക്കന്മാരെ ലോക ജനത കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ മാത്രമേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അത് പറയുമ്പോൾ തന്നെ അടിച്ചാൽ ശക്തമായ തിരിച്ചടി, ശക്തമായ നിയമ നടപടികൾ നേരിടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് മറ്റുള്ളവരുടെയൊക്കെ തന്നെ പിന്തുണ തേടുന്നത്. ഒരു പരിധിവരെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടെ ഗവൺമെൻറ് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജേഷ്, അത്തരത്തിലല്ല കാര്യങ്ങളെ കാണേണ്ടത്. ഒരു പക്ഷേ ഇന്ത്യയോട് ഈ ഘട്ടത്തിൽ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പാകിസ്ഥാനെ പോലെ ഇന്ത്യൻ പഞ്ചശീല തത്വങ്ങളുള്ള ഇന്ത്യക്ക് പെരുമാറാനുമാകില്ല.
പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കേ ആയിരുന്നില്ലേ മുൻ ഭരണകൂടങ്ങൾ ഇത്ര കണ്ട് ഗുരുതര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ പോയത്? രാജേഷിലേക്ക് എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം കാശ്മീർ വിഷയം പ്രത്യേകമായി പഠിച്ച അധ്യാപകൻ കൂടിയായ ജിജി പോൾ, വിദേശകാര്യ വിദഗ്ധൻ, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജിജി പോൾ, നോക്കൂ, നിരവധിയായ സംഭവങ്ങൾ, 48-ലെ യുദ്ധം, 68-ലെ യുദ്ധം, അതിനുശേഷം മുഫ്തി മുഹമ്മദ് സെയ്ദ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത്, JKLF-മായി ബന്ധപ്പെട്ട സംഭവം, 80കളുടെ അവസാനമുണ്ടായ സംഘർഷം. ഈ ഘട്ടത്തിൽ ഒന്നും കാശ്മീർ ഇത്തരത്തിലേക്ക് ഒരു വലിയ സംഘർഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നില്ല. സൈന്യത്തിന് നേരെ ഇவ்விധമുള്ള ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. ശ്രീ ജിജി പോൾ, ശ്രീ ജിജി പോൾ കേൾക്കാമോ? കേട്ടിട്ടില്ല, ഒന്നുകൂടെ പറയാമോ? അതായത് പല ഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളുണ്ട് ശ്രീ ജിജി പോൾ. ആ ഘട്ടങ്ങളിലൊന്നും ഇല്ലാത്ത വിധമുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് കാശ്മീരിന്റെ ഉള്ളിൽ നിന്നും അതിർത്തികളിൽ നിന്നും വരുന്നത്. നമ്മുടെ 17 സൈനികരാണ് ഇന്ന് മരിച്ചു വീണത്. 20 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അതിർത്തി വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീ ജിജി പോൾ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. ആദ്യമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ഇന്ത്യക്കാരന് ഇന്ത്യയാണ് വലുത്. പക്ഷേ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലുതാണ്. അതേ വികാരത്തിൻ്റെ അടിമകളാണ് കാശ്മീരികളും. കാശ്മീരികളെ പ്രത്യേകിച്ച് സെൻറ്റിമെൻറ്റ്സിന്, വികാരത്തിന് അടിമപ്പെടുന്നവരാണ്. എന്തുകൊണ്ട് ഈ 80-ൽ പരം ആൾക്കാർ മരിച്ചു? ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കയറിയിട്ട് അടിക്കടി ഈ ആർമിയിലെ പാവപ്പെട്ട സൈനികരെ ജീവൻ ത്യാഗം ചെയ്യേണ്ട ഗതികേടുണ്ടാകുന്നു. 1947 ഒക്ടോബർ 24 വരെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമോ പാകിസ്ഥാൻ്റെ ഭാഗമോ അല്ല, സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിന്ന, പ്രിൻസിലി സ്റ്റേറ്റായിട്ട് നിന്നതാണ് ഈ കാശ്മീർ. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഈ കാശ്മീരിനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗെയിമാക്കി മാറ്റി. പാവപ്പെട്ട കാശ്മീരികൾക്ക് നീതി കിട്ടുന്നില്ല. ഇത് ഇന്ത്യയുടെ തലയെ സുരക്ഷിതമല്ലാത്തൊരു പാതയിലൂടെ നയിക്കുന്നു. ഉപരിയായിട്ട് ഓരോ വർഷം കോടിക്കണക്കിന് രൂപ ഈ ഒരു സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഗതികേടും വന്നു. ഇന്ന് നോക്കണം, ഉറി എന്ന് പറയുന്നത് കുപ്വാര ബാരമുള്ളക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്ലേസാണ്. ഇവിടെ 17 പേരാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലത്തെ ആക്രമണത്തിൽ. ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഒരുപക്ഷെ ലക്ഷങ്ങൾ കൊടുക്കുമായിരിക്കും. ഈ പാവപ്പെട്ട സൈനികർക്ക്, ഫാമിലിക്ക് ഈ ലക്ഷങ്ങൾ കൊണ്ട് അവൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊരു രാഷ്ട്രീയ നാടകമാണ്. എത്രയും വേഗം അധികാരികൾ ഇതിന് ഒരു പരിമിതി കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. ഇത് എത്രയും വേഗം ഈ ഒരു രാഷ്ട്രീയ നാടകം തടയിട്ടേ പറ്റുകയുള്ളൂ. പാകിസ്ഥാനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ജെയ്ഷെ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ലഷ്കർ തോയിബെ കുറ്റപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിൽ ഇത്രമാത്രം ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്? എത്രയോ വർഷം കൊണ്ട് ഇത് നടത്തുന്ന ഈ നാടകം ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? തീർച്ചയായും. കാണ്ഡഹാറിൽ തട്ടിക്കൊണ്ടുപോയ വിമാനം റാഞ്ചി, അതിൻ്റെ പേരിൽ ബാർഗെയിൻ ചെയ്താണ് മൗലാന മസൂദ് അസദ് എന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ തുറന്നുവിട്ടത്. ഇത്തരത്തിൽ വലിയ സംഭവവികാസങ്ങൾ കാണ്ഡഹാറിൽ ഉണ്ടായതുപോലെ തന്നെ മറ്റ് അനവധി സംഭവവികാസങ്ങൾ. തീർച്ചയായും നമ്മോടൊപ്പം റഹീമും ടോം വടക്കനും ഒക്കെ ചേരും. ഇടവേളയിലേക്ക് പോയതിനു ശേഷം വേഗം മടങ്ങിയെത്താം. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ തുടരുമ്പോൾ ശ്രീ ടോം വടക്കൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടോം വടക്കൻ, ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, അതിർത്തിയിൽ നമ്മുടെ സൈനികർ സുരക്ഷിതരല്ലാതെ ആകുന്നു. ആരുടെ ഉത്തരവാദിത്വം? ശ്രീ ടോം വടക്കൻ. ഗവൺമെന്റിന്റെ ചുമതലയാണ്, അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട. ഏതാണ്ട് ഒരു 900 incursions. ശ്രീ ടോം വടക്കൻ, താങ്കളുമായി സംവദിക്കാനാകുന്നില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ശബ്ദം ഇങ്ങ് എത്തിക്കുന്നില്ല. ഒരിക്കൽ കൂടി ശ്രീ റഹീമിലേക്ക്. ശ്രീ റഹീം, വളരെ വലിയ ഒരു പ്രശ്നമായി കാശ്മീർ പ്രശ്നത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുക എന്ന ഗുരുതരമായ ചില ഉദ്ദേശങ്ങളുമായി പാകിസ്ഥാൻ നീങ്ങുന്ന ഘട്ടം 1. 2, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് തന്നെ നിരവധി പൗരന്മാരെ, ഇന്ത്യൻ പൗരന്മാരായ കാശ്മീരിലെ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇതൊക്കെ ഭീകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്
പഠാൻകോട്ടിൻ്റെ മാതൃകയിൽ ഒരു ആക്രമണം കൂടി ഉണ്ടാകുന്നത്? ആരുടെ തകർച്ച? വി രാജേഷ് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ തുടർച്ചയാണെന്ന്. എങ്ങനെ കുറ്റം പറയാൻ ഇതിരിക്കാനാകും? തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ തുടർച്ച തന്നെയായി ഈ വിഷയത്തെ കണ്ടുകൂടെ റഹീം? തുടർച്ചയായി ഇന്ത്യ പ്രതിരോധത്തിലാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ ദയനീയമായൊരവസ്ഥ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ പത്താൻകോട്ട് നിസ്സാരമായൊരു കാര്യമല്ല. ലോകത്തിൽ തന്നെ ഇതുപോലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല. നമ്മുടെ സൈനിക ക്യാമ്പിനുള്ളിലേക്ക് കയറുകയാണ്. അത് നമ്മുടെ സൈനിക വേഷം ധരിച്ച് എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടന്ന് അകത്ത് കയറി നമ്മുടെ തന്നെ ക്യാമ്പിനുള്ളിൽ വെച്ച് നമ്മുടെ സൈനികരെ വധിക്കാനാവുക, ആക്രമിക്കാനാവുക എന്നത് ഇതിനേക്കാൾ വലിയ സുരക്ഷാ വീഴ്ച എന്നതിനൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു പദം അതിനുവേണ്ടി കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടാമത് ഇപ്പോൾ ഉറിയിലുണ്ടായ സംഭവം എങ്ങനെയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതൊരു വലിയ പ്രശ്നമാണ്. തീർച്ചയായും എങ്ങനെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ടോം വടക്കൻ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടോം വടക്കൻ, ഇങ്ങനെ കശ്മീർ ജനത ആകെ സംഘർഷഭരിതമായി നിൽക്കുന്ന ഒരു ഘട്ടം, അതിർത്തിയിൽ നമ്മുടെ സൈനികർ ഒന്നൊന്നായി മരിച്ചു വീഴുന്ന ഒരു ഘട്ടം, അതിർത്തിയിലെ ഏറ്റവും സുപ്രധാനമായ പ്രദേശങ്ങളിലൊന്നായ ക്യാമ്പാണിത് ഉറിയിലുള്ളത്. അവിടെ തന്നെ ഭീകരർ ഇന്ന് രാവിലെ കയറി ആക്രമണം നടത്തി. ആരുടെ പാളിച്ചയാണിത്? കേന്ദ്രവും ആ സംസ്ഥാനവും ഭരിക്കുന്നത് BJP ആണ്. തീർച്ചയായും ഇതൊരു ഉയർന്ന ലെവലിൽ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ആണിത്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ ടോം വടക്കൻ. ഒരു ടോട്ടൽ ഇന്റലിജൻസ് ഫെയിലിയർ ആണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഏതാണ്ട് 1000 ഇൻകർഷൻസ് കഴിഞ്ഞിരിക്കുന്നു ബോർഡറിൽ ഈ BJP ഗവൺമെന്റ് വന്നേപ്പനെ. ഇതിനു മുമ്പ് ശ്രീ മോദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് വാഗ്ദാനം ജനങ്ങളോട് ചെയ്തത്, ഞങ്ങൾ ഉത്തരം കൊടുക്കും പാകിസ്ഥാന്. ഇന്ന് ഉത്തരങ്ങളില്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് രാവിലെ 5:30 മണിക്കാണ് ഈ സംഭവം തീർച്ചയായും ടോം വടക്കൻ വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങൾ പിണയുന്നു. തീർച്ചയായും വി രാജേഷിലേക്ക് തന്നെ പോകാം. വി രാജേഷ്, എല്ലാവരും പറയുന്നത് ഇതാണ്, നോക്കൂ, 48, 68, 80, 89 കാലഘട്ടങ്ങളിലൊക്കെ ഇതിന് സമാനമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കാശ്മീരി ജനത ഇത്രയേറെ സംഘർഷഭരിതമായ ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. അതായത് ആശുപത്രിയിൽ കിടക്കുന്ന കാശ്മീരികൾ വേദന സംഹാരികൾ ചോദിക്കുന്നതിന് പകരം തോക്ക് തരൂ എന്ന് ചോദിക്കുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും അടക്കം വിവിധതരം വാർത്തകൾ എത്തുന്നു. ഇങ്ങനെ കശ്മീർ എന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ പൗരന്മാർ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ കൂടെയാണ് പ്രതിരോധവും പാളുന്നത്. ഈ ഉത്തരവാദിത്വം നിങ്ങൾ ആരുടെ തലയിൽ വെക്കുന്നു ശ്രീ രാജേഷ്? അല്ല അജിംഷാദ്, നമ്മൾ വൈകാരികമായി ഒന്നും പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. CPM-ൻ്റെ പ്രതിനിധി റഹീമും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ടോം വടക്കനും അവരുടേതായ BJP-ക്കെതിരായുള്ള അഭിപ്രായം പറയുമ്പോൾ അത് എല്ലാവരുടെ അഭിപ്രായമായിട്ട് കാണാൻ സാധിക്കുകയുമില്ല. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അഭിപ്രായമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ അഭിപ്രായങ്ങളെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, 1940-കളിലും 50-കളിലും 60-കളിലും ഒന്നും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ വിയോജിക്കുകയാണ്. 5 ലക്ഷം 6 ലക്ഷം ഉണ്ടായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ അവിടെ നിന്ന് ആട്ടിയോടിച്ച സമയത്ത് ഇത്രത്തോളം ഇലക്ട്രോണിക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയാസും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ തന്നെ അതൊക്കെ അന്ന് അറിയാൻ സാധിക്കാതിരുന്നത്. അന്ന് ഞാനും താങ്കളൊന്നും ജീവിച്ചിരിപ്പില്ലായിരുന്നു. ഇതിനേക്കാൾ ഭീകരമായ സാഹചര്യം ജമ്മു കാശ്മീരിൽ പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാരുടെ തല പാകിസ്ഥാൻ പട്ടാളക്കാർ വന്ന് അറുത്തു കൊണ്ടുപോയ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് ഇന്നുണ്ടായ സംഭവവും പത്താൻകോട്ട് സംഭവവും ചെറുതാക്കി കാണാനോ ചുരുക്കി കാണാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ് തന്നെ നേരിട്ട് വെപ്പൺസ് കൊടുത്തിട്ട്, ആയുധങ്ങൾ കൊടുത്തിട്ട്, ആ രാഷ്ട്രത്തിൻ്റെ മുദ്രയുള്ള ആയുധങ്ങൾ കൊടുത്തിട്ട് മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണുള്ളതാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ഏറ്റവും രൂക്ഷമായ സംഗതി. ഇവിടെ പീപ്പിൾ ടിവിയുടെ തന്നെ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താ, പാകിസ്ഥാൻ മുദ്രയുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നാണ് അവർ ആക്രമിച്ചത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ ഈ അക്രമത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് തന്നെയാണ് പാകിസ്ഥാൻ. ശ്രീ രാജേഷ്, പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തും, ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും ശിഥിലമാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു രാജ്യമുണ്ട് പാകിസ്ഥാൻ എന്ന് ഇവിടെ, അത് ഇന്ത്യയുടെ അതിർത്തിയിലാണ്. ഈ ബോധം വേണ്ടേ? ഒരു പക്ഷേ പല ഘട്ടങ്ങളിൽ നോക്കൂ, കാർഗിൽ നിങ്ങളുടെ സമയത്താണ് ഉണ്ടായത്. അത്തരത്തിൽ ഏത് ഘട്ടത്തെ നോക്കൂ, ഇന്ത്യ പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങൾ. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള പല യുദ്ധങ്ങളെ സംബന്ധിച്ചുമൊക്കെ താങ്കൾ സൂചിപ്പിച്ചിരിക്കാം. പക്ഷേ അന്നൊന്നുമില്ലാത്ത വിധം ആഭ്യന്തരമായും ബാഹ്യമായുമുള്ള സംഘർഷം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത.
പ്രത്യേകത. പ്രത്യേകിച്ച് മോദി ഭരിക്കാൻ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം കാശ്മീരിൽ ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു രാജേഷ്, അതാണ് പ്രശ്നം. അജിംഷാദ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ചോദ്യങ്ങൾ ഉള്ളതുപോലെ ഉത്തരവുണ്ട്. ചോദ്യങ്ങളെക്കാൾ ശക്തമായ ഉത്തരങ്ങളുണ്ട്. കാർഗിലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ 1947 വിഭജന സമയത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ട് കാശ്മീരിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ മണിക്കൂറുകൾ കൂടി മാത്രം മതിയായിരുന്നല്ലോ? സൈന്യത്തിനോട് ആക്ഷൻ നിർത്തിവെക്കുവാൻ പറഞ്ഞത് ആരാണ് എന്ന് എനിക്ക് താങ്കൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധസമയത്ത് അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയാണോ ഭരിക്കുന്നത്, വാജ്പേയി ആണോ ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണോ ഭരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാക്കി ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഈ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നേരിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തെ ആക്രമിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ തന്നെയാണ് ഭരണാധികാരികൾ ഭരിക്കുന്നത് അജിംഷാദെ. അതുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാൻ കൊടുക്കുന്നത് പോലെ ഇന്ത്യൻ മുദ്രയുള്ള ആയുധങ്ങളും കൊടുത്ത് ഇന്ത്യക്ക് പട്ടാളക്കാരെയോ അല്ലാതെ ഒരു ഗ്രൂപ്പിനെയോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുകയില്ല. കാരണം അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ ചിത്രമല്ല ഇന്ത്യക്കുള്ളത്. അന്താരാഷ്ട്ര വേദികളിലും ലോകത്തിലെ നിരവധി രാഷ്ട്രങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യ പറയുന്നത് കേൾക്കാനും മുഖവിലക്കെടുക്കുവാനും അവർ തയ്യാറാണ്. അങ്ങനെ ഇന്ത്യക്ക് അവിടെ ഒരു ചിത്രമുണ്ടായിരിക്കുമ്പോൾ ഇന്ത്യയുടെ മാർക്കുള്ള ആയുധങ്ങളും കൊടുത്തു പോയി പാകിസ്ഥാനെ നാളെ കീഴടക്കാൻ പറയാൻ സാധിക്കില്ല. മാത്രവുമല്ല, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അവരെ ഉൾപ്പെടെ കൊന്നെടുക്കുവാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഓർഡർ ഇടാൻ സാധിക്കുകയില്ല. എന്നാൽ ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ ഉയർത്തിയ വാദങ്ങൾ, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉയർത്തിയ വാദങ്ങൾ, ആ വാദങ്ങൾക്ക് ലഭിച്ച പിന്തുണ താങ്കൾ കാണുന്നില്ലേ? പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയുടെ ചിത്രം, ഒപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രവും വെച്ചുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ചിത്രങ്ങൾ താങ്കൾ കാണുന്നില്ലേ? അതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ നയതന്ത്ര വിജയം. ഇവിടെ ഇത് ഞാൻ പറയുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്ന് പിന്തുണ ലഭിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ നിന്നാണ്. യാക്കൂബ് മേമൺ സുപ്രീം കോടതി വരെ ഭീകരനെന്ന് കണ്ടെത്തി കൊലക്കയറിന് വിധിച്ച യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധി നടപ്പിലാക്കിയപ്പോഴേക്കും അതിനെതിരെ എന്തുമാത്രം വിമർശനങ്ങളായിരുന്നു. അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിനെ കോടതി വിധിയോട് നടപ്പിലാക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും എന്തുമാത്രം അപവാദങ്ങളായിരുന്നു പ്രചരിച്ചത്. അതിനർത്ഥം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഗ്രൂപ്പുകൾ എവിടെയുണ്ടെങ്കിലും ആ ഗ്രൂപ്പുകൾക്ക് പ്രചോദനം നൽകുന്ന നിലപാട് ഇവിടുത്തെ ഇന്ത്യക്കകത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ സ്വീകരിക്കുന്നു. തീവ്രവാദത്തിനും വിഘടനവാദത്തിനും വളം വെച്ചു കൊടുക്കുന്നത്, പ്രോത്സാഹനം നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശ്രീ വി വി രാജേഷ് നമുക്ക് പ്രശ്നങ്ങളെ, അതായത് ശ്രീ വി വി രാജേഷ്, നമുക്ക് പ്രശ്നങ്ങളെ ഇങ്ങനെ കാണാം. അതായത് നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ 60% പോളിംഗ് ആണ് ഈ ഘട്ടത്തിൽ കാശ്മീരിലുണ്ടായത്. ജനം നമ്മളും ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളുമായി സഹകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭസൂചന രൂപപ്പെടുന്നു. നോക്കൂ, ബലൂചിസ്ഥാൻ മാതൃകയിൽ ബംഗ്ലാദേശിനെയും നമ്മൾ ഇന്ത്യയുടെ നയതന്ത്രം പണ്ട് വിജയിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ ഇന്ത്യ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ അടക്കം UN-ന്റെ പ്രതിനിധികളെ അയക്കൂ എന്ന് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര തലത്തിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിക്കുവാനുള്ള പാകിസ്ഥാന്റെ കുൽസിത നീക്കങ്ങൾക്ക് ശക്തി പകരുകയാണിത്. അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ദുർബലമാകുന്നു, ഇന്ത്യൻ ഭരണകൂടം ദുർബലമാകുന്നു. അതാണ് പരിഭവം. ശ്രീ രാജേഷ്, ശ്രീ ജിജി പോൾ താങ്കളിലേക്ക്. കശ്മീരികളുമായി അവിടുത്തെ വിഘടനവാദി നേതാക്കളുമായി ഒക്കെ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് താങ്കൾ. ഈ ഏറ്റവും ഒടുവിൽ തരിഗാമി CPIM നേതാവുമായിട്ടും താങ്കൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. കശ്മീരിൻ്റെ പ്രശ്നങ്ങളെ വല്ലാതെ അറിയുന്ന ആളാണ്. കശ്മീർ ജനത അത്തരത്തിലൊരു ഇന്ത്യൻ വിരുദ്ധത നേരത്തെ വെച്ച് പുലർത്തിയിരുന്നു. അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പോലും ഇത്തരത്തിലൊരു ആഭ്യന്തര സംഘർഷം കശ്മീരിൽ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രാജേഷ് പറയുന്നതിൻ്റെ വസ്തുത നമുക്കൊന്ന് പരുതാം. ശ്രീ ജിജി പോൾ, റഹീം, അതായത് CPIM എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് 370-ാം വകുപ്പ് സംരക്ഷിക്കുക, ജനങ്ങളെ, അവിടുത്തെ കശ്മീരിലെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കുക, ചർച്ചയിലൂടെ ഗംഭീരമായി വിഷയങ്ങളെ പരിഹരിക്കുക. അങ്ങനെ വിശാല അർത്ഥത്തിൽ ഇതിനെയൊക്കെ കാണുന്ന ഒരു വലിയ നയതന്ത്ര ആഭ്യന്തര
രാഷ്ട്രീയം CPIM മുമ്പോട്ട് വെക്കുന്നു. യഥാർത്ഥത്തിൽ മോഡി സർക്കാരിൻ്റെ പരാജയം ഈ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉയർത്താനുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം പുറത്തു നിന്നുള്ള സൈന്യത്തിന് നേരെയുള്ള ഒരു ആക്രമണത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല, ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ A. റഹീം. അല്ല, തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെയും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെയും ഒരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തതാണ്. ഇവിടെ രാജേഷ് ഉന്നയിക്കുന്ന ഇത്ര ബാലിശമായ ആരോപണങ്ങളാണ്. ഇവിടെ CPIMൻ്റെ നിലപാടുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? നിങ്ങളല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്? ഈ രാജ്യം ഭരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എക്കാലവും BJP ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ എന്താ? ഒന്ന് തീവ്ര ഹിന്ദുത്വവും മറ്റും തീവ്ര ദേശീയതയുമാണ്. രാജ്യസുരക്ഷയ്ക്ക് BJP ആണ് ഏറ്റവും ഉചിതമെന്നല്ലേ? ഞാനൊരു കാര്യം ശ്രീ രാജേഷിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുമ്പോൾ എങ്ങനെ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു? പാകിസ്ഥാൻ മുദ്രയുള്ള ആയുധം കൊടുത്ത് ഇങ്ങോട്ട് വിടുന്നത് പാകിസ്ഥാൻകാർ കാണിക്കുന്ന വിവരക്കേടാ. പക്ഷേ അതിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതിരോധിക്കാനാകുന്നില്ല? ഇന്ത്യയുടെ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ്റെ സുരക്ഷിത ബോധം ഇപ്പോൾ നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ എങ്ങനെയാണ്? ഏറ്റവും സുരക്ഷാ സന്നാഹങ്ങളുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ശത്രു സൈന്യം ഒന്ന് കയറുന്നു. അപ്പോൾ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ സിവിലിയൻ്റെ സുരക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാനാകും? പത്താൻകോട്ട് നിങ്ങളുടെ കാലത്താണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരിക്കൽ മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ, നിങ്ങൾ ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. കാണ്ഡഹാറിൻ്റെ കാര്യം നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചു. ഇന്ത്യ ഏറ്റവും ഒടുവിലത്തെ പാക് വാറിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു കയറിയ ആ കാർഗിൽ ഇഷ്യൂ നിങ്ങളുടെ കാലത്താണ്. ഇന്ത്യ സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച. ഇവിടെ നമ്മുടെ പട്ടണങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനി തീവ്രവാദികൾ വന്ന് ആക്രമണം നടത്താറുണ്ട്. പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യയിലെ തീവ്രവാദത്തിന് അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം പരസ്യമാക്കപ്പെട്ട കാര്യമാണ്, അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BJP ഇവിടെ പ്രതിരോധത്തിലാവുകയും ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുന്നത് അടുത്ത ലാപ്പിൽ ശ്രീ രാജേഷ് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പർട്ടിക്കുലറാണ് ക്വസ്റ്റ്യൻ. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കുമേൽ ശത്രു രാജ്യം നിരന്തരമായി വെടിവെച്ച് മുഴക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തോ ചെയ്യാനാകുന്നു? ഇതൊരു പിഴവല്ലേ? ഡിപ്ലോമാറ്റിക് എററിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രതിരോധം, നമ്മുടെ ക്യാമ്പിനകത്ത് ഈ രാജ്യത്ത് ഏറ്റവും അധികം തന്ത്രപ്രധാനമായ പത്താൻകോട്ടാകട്ടെ, ഉറിയാകട്ടെ, ഈ വ്യോമത്താവളങ്ങളും ഈ സൈനിക താവളങ്ങളും എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ കേന്ദ്രങ്ങളാണ്. ആ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന തുടർച്ചയായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല? ഒന്ന്, ജനം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നതാണ്. രണ്ടാമതൊന്ന്, പത്താൻകോട്ടിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ തുടർച്ച ഫോട്ടോസ്റ്റാറ്റാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതേ മാതൃകയാണ് തീവ്രവാദികൾ അവലംബിച്ചത്. എന്തുകൊണ്ട് ആ സുരക്ഷാ വീഴ്ചയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും പാഠം പഠിച്ചില്ല? എന്തുകൊണ്ട് തിരുത്തിയില്ല? മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊട്ടിഘോഷിച്ച നരേന്ദ്രമോദിയുടെ നിരവധി ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റുകൾ, ആ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ തികച്ചും ബാലിശമായ ഉപരിപ്ലവമായ നീക്കങ്ങളായിരുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് ഉണ്ടായ എല്ലാ നീക്കങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്ത പാർട്ടിയാണ് CPIM. ഞങ്ങൾ സ്വാഗതം ചെയ്തു. അത് ഇന്ത്യയുടെ ഈ പറയുന്ന ആഭ്യന്തരമായ മെച്ചപ്പെടലിന് നല്ലതാണ് എങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. ഞങ്ങൾ ആരും തന്നെ തള്ളിപ്പറഞ്ഞില്ല, മുൻവിധിയോടെ അതിനെ സമീപിച്ചില്ല. പക്ഷേ അടിസ്ഥാനപരമായി പ്രശ്നങ്ങളെ സമീപിക്കുന്നതിനും പരിഹരിക്കുന്നതിനും നിങ്ങൾ കഴിയുന്നില്ല. പിന്നെ മറ്റൊന്ന് CPIMനെ സംബന്ധിച്ച് പറഞ്ഞു, തരിഗാമിയെപ്പോലുള്ള അവിടെ CPIMൻ്റെ നേതാക്കളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതെന്താ നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾ CPIMനെ ഈ പറയുന്ന കാര്യത്തിലൊന്നും നിങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ രണ്ട് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് രാജേഷ് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. BJPക്ക് എന്തെങ്കിലും മറുപടി പറയാൻ നിർബന്ധിതമാണ്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ തുടർച്ചയായി ഇന്ത്യ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? പാർലമെൻ്റ് ആകട്ടെ, പത്താൻകോട്ടാകട്ടെ, ഉറിയാകട്ടെ, കാർഗിലാകട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പിന്നെ ദേശീയ സുരക്ഷയുടെ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമതൊന്ന്, പത്താൻകോട്ടിൻ്റെ മാതൃകയിൽ തന്നെ ഉറിയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു, വീണ്ടും വലിയൊരു സുരക്ഷാ വീഴ്ച. അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ രാജേഷേ? അതല്ലേ പ്രശ്നം. പിന്നെ ഇന്ത്യ എന്നൊരൊറ്റ വികാരത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അതൊന്നും ഒരു സംശയമില്ല. ഇവിടെ ചില കാര്യങ്ങൾ രാജേഷ് പറഞ്ഞത് ശരിയാണ്. പാകിസ്ഥാൻ്റെ നിർലോഭമായ സഹകരണങ്ങൾ തീവ്രവാദികൾക്ക് ലഭിക്കുന്നു. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം? ഒരഭിപ്രായ വ്യത്യാസമില്ല. ഏകാഭിപ്രായമാണ് ഈ രാജ്യത്തിന്. പാകിസ്ഥാൻ്റെ പിന്തുണ തന്നെയാണ് പ്രശ്നം. അത് രാജ്യാന്തര വേദികളിൽ നമ്മൾ എത്തിക്കുക തന്നെ ചെയ്യണം. അതിലൊന്നും യാതൊരു സംശയമില്ല. അതിലൊന്നും ഒരു നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രശ്നം ഒരു ശരാശരി ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഈ സൈനിക കേന്ദ്രങ്ങളിൽ പോലും ശത്രു സൈന്യത്തിന് കയറി വരാൻ നിങ്ങളുടെ ഭരണത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ ഇന്ത്യക്ക് നിങ്ങളുടെ സുരക്ഷ എങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റും? എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്? ഇതാണ് അതിൻ്റെ ഇഷ്യൂ. ആ ഇഷ്യൂവിന് ഉത്തരം പറയാതെ വേറെ എന്തെങ്കിലും കാട് കയറി പറഞ്ഞിട്ട് ഈ സന്ദർഭത്തിൽ യാതൊരു കാര്യവുമില്ല.
മറ്റൊന്ന് വളരെ ദയനീയമായ സാഹചര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ വളരെ അവധാനതയോടുകൂടി അതേസമയം വളരെ ബോൾഡായി ഒരു ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ തന്നെ നമ്മൾ ഉണ്ടാകേണ്ട സമയങ്ങൾ ഉണ്ടാകുന്നില്ല. ഓരോ നിമിഷം കഴിയുന്നതോറും നമുക്കിങ്ങനെ നിരാശാജനകമായ വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഏറ്റവും പെടുത്തുന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ ഗൗരവമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. തീർച്ചയായും രാജേഷ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ശ്രീ രാജേഷ് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, കേൾക്കാം. പാർലമെന്റ് ആക്രമണം, കാണ്ഡഹാറിലെ ഫ്ലൈറ്റ് ഹൈജാക്കിംഗ്, ഒപ്പം കാർഗിലിലെ പ്രശ്നം, ഇപ്പോൾ പഠാൻകോട്ട്, ഇപ്പോൾ ഇതാ ഉറി, ഇങ്ങനെ തുടരുന്നു BJP സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ. 17 സൈന്യം മരിച്ചു വീണവരോട് ആദരാഞ്ജലികളും വേദനയും അർപ്പിക്കുമ്പോൾ തന്നെ നാം ഭരണമേൽപ്പിച്ചവർ ഇത്തരത്തിൽ നിരുത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നു. എന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ രാജേഷിൻ്റെ രാജ്യസ്നേഹി പ്രതികരിക്കില്ലേ? അജിംഷാദ്, ഈ റഹീം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിന് ഞാൻ ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾക്ക് തന്നെ അവരുടെ മനസ്സിൽ തന്നെ ഓരോ ചോദ്യവും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉത്തരം വന്ന് കാണും. പക്ഷേ ഞാൻ ഉത്തരം പറയാതെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കരുതുന്നത് ഞാൻ ഒഴിഞ്ഞു മാറുന്നതാണെന്ന്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. ഇവിടെ ഒന്ന്, CPM-ൻ്റെ നിലപാടാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാനൊരിടത്തും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹികളെ സുപ്രീം കോടതി, വിഘടനവാദികളെ, ഭീകരവാദികളെ കൊല്ലാൻ വേണ്ടി സുപ്രീം കോടതി വിധിക്കുമ്പോൾ ആ നിയമം ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ അയ്യോ അവരെ തൂക്കിക്കൊല്ലല്ലേ എന്ന് പറയുന്ന CPM-ൻ്റെ നിലപാട് തീവ്രവാദികൾക്ക് ആവേശം പകരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെറിയ സംഘടനയാണെങ്കിലും തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ വേണ്ടി കുറേ പേര് ഇന്ത്യയിൽ ഉണ്ട്. അതിന്റെ പേരാണ് CPM എന്ന് ഉള്ളത്. തീവ്രവാദികൾക്ക് തീർച്ചയായും രാജേഷ് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ കിട്ടിയ ചില ദുഃഖ വാർത്തകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് കൺവേ ചെയ്യേണ്ടതുണ്ട്. കുറ്റ്യാടിയിൽ വെള്ളപ്പാച്ചിൽ 5 കുട്ടികളെയാണ് കാണാതായത്, വിദ്യാർത്ഥികളെയാണ് കാണാതായത്. അതിൻ്റെ വിവരങ്ങളുമായി കുട്ടൻ, ഞങ്ങളുടെ പ്രതിനിധി, ചേരുകയാണ്. കുട്ടൻ, 5 കുട്ടികളെ കണ്ടെത്താനായിട്ടുണ്ടോ ഇതുവരെയും? ജിംഷാദ്, ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ 6 പേരെയായിരുന്നു കാണാതായത്. അതിൽ വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയെ പിന്നീട് കണ്ടെത്തി. മറ്റ് 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കടന്തറപ്പുഴയുടെ ഇരുഭാഗങ്ങളുമായി നടന്നു വരികയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം വളരെ സജീവമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് പുഴയിലിറങ്ങിയും പുഴയുടെ വശങ്ങളിലുമൊക്കെ പരിശോധന നടത്തി വരികയാണ്. വൈകിട്ടാണ് അപ്രതീക്ഷിതമായി ഈ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. പശുക്കടവിൽ വനമേഖലയിലായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത്. പിന്നീട് അവിടെ നിന്നും മലവെള്ളം, കടന്തറപ്പുഴയിലൂടെ മലവെള്ളം വരികയായിരുന്നു. ഇത് വളരെ അവിചാരിതമായിരുന്നു. കാരണം ഈ മേഖലയിൽ ആ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുഴയിലെ ഈ വെള്ളപ്പൊക്കം അപ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നുമില്ല. ആ സമയത്ത് 9 പേരായിരുന്നു ഈ പുഴയുടെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. കോതോട് സ്വദേശികളായ 9 കുട്ടികൾ, അക്ഷയ്, രാജേഷ്, ഷൈൻ, അശ്വന്ത്, രജീഷ്, വിജിൻദാസ്, സജിൻ, വിഷ്ണു, അമൻ, ബിനീഷ് എന്നിങ്ങനെ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആദ്യം മഴ ഇത്തരത്തിൽ പുഴയിലൂടെ വെള്ളപ്പാച്ചിൽ വരുന്നത് കണ്ടപ്പോൾ 2-3 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. അതിൽ ബാക്കിയുള്ളവരാണ് ഈ വെള്ളത്തിൽ കുടുങ്ങിയത്. വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയെ അല്പസമയം മുമ്പ് രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ 5 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മന്ത്രി TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. അജിംഷാദ്. ശരി കുട്ടൻ, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ കൂടി ആ വാർത്ത. കോഴിക്കോട് കുളിക്കാനിറങ്ങിയ 5 കുട്ടികളെയാണ് മലവെള്ളപ്പാച്ചിൽ കാണാതായത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനെ തുടർന്നുള്ള വിവരങ്ങൾ നൽകാനാകും. ഇനി നമുക്ക് കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ, അതിർത്തിയിലുണ്ടായ സംഘർഷത്തിലേക്ക് തന്നെ പോകാം. ഒരു ചെറിയ ഇടവേള. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ രാജേഷ്, താങ്കൾക്ക് പൂർത്തീകരിക്കാനായില്ല, അതിലേക്ക് തന്നെ പോകാം. ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഇവിടെ റഹീം ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം. ഞാൻ കൂടുതൽ അതിലേക്ക് വരാത്തത്, സൈനികരോടൊപ്പം നിൽക്കേണ്ട സമയമാണ്, വിലയേറിയ സമയം. നമ്മൾ ആ ചർച്ചയിലേക്ക് പോകണമെന്നുള്ളതുകൊണ്ട് എന്തായാലും ഞാൻ പറയാം. താങ്കൾ ഒരു ലിസ്റ്റ്, കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ലിസ്റ്റ് താങ്കൾ ഇവിടെ വായിച്ചു. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് വായിക്കാൻ? എന്തിനാ കോൺഗ്രസ് ഇങ്ങനെ മഹത്വോത്സവം? താങ്കൾ CPM-ൻ്റെ പ്രതിനിധിയല്ലേ? ഈ ലിസ്റ്റിനിടയ്ക്ക്
ഇന്ത്യൻ പട്ടാളക്കാരുടെ കഴുത്തറുത്ത് കൊണ്ടുപോയത് താങ്കൾ എന്തേ പറഞ്ഞില്ല? മുംബൈ ഭീകരാക്രമണം എന്തേ താങ്കളുടെ ലിസ്റ്റിൽ കടന്നുകൂടിയില്ല? അത് കോൺഗ്രസ് ഭരിച്ച സമയത്തായതുകൊണ്ടല്ലേ? എന്തേ ഇങ്ങനെ സെലക്റ്റീവ് ആകുന്നു? റഹിമേ, അന്തസ്സോടെ യാഥാർത്ഥ്യങ്ങൾ പറയണമായിരുന്നുവെങ്കിൽ താങ്കൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ 2 ആക്രമണം കൂടി പറയണമായിരുന്നു. ആ 2 ആക്രമണങ്ങളും താങ്കളുടെ ലിസ്റ്റിൽ വരാത്തത് കൊണ്ട് ഞാൻ ആരോപിക്കുന്നു, താങ്കൾ BJPയെ കുറ്റപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിൽ മാത്രമാണ്. സൈന്യം ഭീഷണി നേരിടുമ്പോഴും ഒരു രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ മാത്രം ചിന്തിക്കുന്ന താങ്കളുടെ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് 1920 പ്രവർത്തനം ആരംഭിച്ച് 100 വർഷം കഴിയുമ്പോഴേയും താങ്കളുടെ പാർട്ടി ബോൺസായി പോലെ ഇന്ത്യയിൽ നിൽക്കുന്നത് ഇന്ത്യൻ ജനത അംഗീകരിക്കാത്തത്. താങ്കൾ പലപ്പോഴും എന്നെ ചോദിച്ചു, ഈ ആക്രമണങ്ങളൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ നടന്നിട്ടുള്ളതെന്ന്. ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് നടന്നിട്ടുള്ള കാര്യം, ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് രാജ്യം ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുമില്ല, കിട്ടുകയുമില്ല. അതുകൊണ്ട് ഭരണത്തിൻ്റെ കാര്യങ്ങളും ഭരണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ രഹസ്യങ്ങളും നിങ്ങൾക്ക് അറിയുകയുമില്ല. നിങ്ങൾ പറയണം, സോണിയാഗാന്ധിയുടെ പാർട്ടി ഭരിച്ചിരുന്നപ്പോഴേക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴേക്കും മുംബൈയിൽ കടന്നു വന്ന് ഭീകരന്മാർ ആക്രമണം നടത്തി. അതിനെക്കുറിച്ച് റഹീം പറയണം. ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ കഴുത്തറുത്ത് കൊണ്ടുപോയതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട AK ആന്റണി തയ്യാറായത് പോലുമില്ല. അതിനെക്കുറിച്ച് റഹീം പറയണം. അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിയുടെ ഡിപ്ലോമാറ്റിക്കിനെ കുറിച്ച് പറയാം. തീർച്ചയായും രാജേഷ്, CPIM പിന്തുണയോടുകൂടി കേന്ദ്രം VP സിംഗ് ഭരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒപ്പം ചരിത്രപരമായ മണ്ടത്തരം എന്ന് പറഞ്ഞ അവസരം കിട്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീ രാജേഷ് അങ്ങ് കോൺഗ്രസിന്റെ ഞാനിത് പറയട്ടെ ഈ പാനലിൽ ഞാനിത് പറയട്ടെ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ. എന്തുകൊണ്ട് എനിക്കതിന് ഉത്തരം ഞാൻ പറയട്ടെ. റഹീം പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇടപെട്ടില്ലല്ലോ. നരേന്ദ്രമോദിയുടെ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സിനെ കുറിച്ചും അതിന്റെ പരാജയത്തെക്കുറിച്ചും റഹീം പറഞ്ഞു. റഹീം കേൾക്കൂ, റഹീം ശാന്തനായിരുന്നു കേൾക്കൂ. നരേന്ദ്രമോദി ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, നിരവധി രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രതികരിച്ചില്ല, നെഗറ്റീവായി പ്രതികരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്സ് വിജയിച്ചത് കൊണ്ടാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ വന്നപ്പോഴേക്കും സൗദി ഗവൺമെന്റ് തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ ശമ്പളം കുടിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യ. വിഷയത്തിൽ നിന്ന് പോകേണ്ട, നമുക്ക് റഹീമിലേക്ക് എത്താം. ശ്രീ ജിജി പോൾ തീർച്ചയായും ജിജി പോൾ, അതായത് ലോകം മുഴുവൻ ഓടി നടന്ന് ഡിപ്ലോമസി കാട്ടുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് രാജേഷ് ഉയർത്തിക്കാട്ടുന്നത്. താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിരവധിയായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അഫ്സൽ ഗുരുവിനെ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് പോലും, വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് പോലും ശ്രീ ജിജി പോൾ താങ്കളിലേക്കാണ്, ശ്രീ ജിജി പോളിലേക്കാണ്. അതായത് അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് പോലും ഇല്ലാത്ത സംഘർഷം ആഭ്യന്തരമായി കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടാകുന്നു. പോരാത്തതിന് പഠാൻകോട്ടും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. കാശ്മീരികളുമായി നിരന്തരം സംവദിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ആ ജനതയെ വിശ്വാസത്തിലെടുക്കാത്തതാണോ പ്രശ്നങ്ങൾക്ക് നിദാനം? എന്താണ് ഈ ഏറ്റവും ഒടുവിലത്തെ സൈനിക ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുക ജിജി പോൾ? തീർച്ചയായിട്ടും ആ താങ്കൾ പറഞ്ഞ അവസാനത്തെ സെൻറ്റൻസ് തന്നെയാണ് ഇതിൽ പ്രാധാന്യം വന്നിട്ട്. കാരണം കാശ്മീർ ജനതയെ കേന്ദ്ര ഗവൺമെൻറ് വിശ്വാസത്തിലെടുത്തില്ല. താങ്കളുടെ ചോദ്യത്തിൽ ആദ്യത്തെ ലൈനിൽ തന്നെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുവാൻ സമയം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തെ വിമർശിക്കുന്നതല്ല. ബട്ട് ഇന്ത്യക്കകത്ത്, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ജമ്മു കാശ്മീരിൽ എന്ത് നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് പഠിക്കുവാനുള്ള സാഹചര്യമോ സമയമോ കിട്ടിയിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 17 പാവപ്പെട്ട ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മളൊന്നും ചിന്തിച്ചു നോക്കണം. LOCക്ക് തൊട്ടടുക്കെയുള്ള പാക് ഒക്കുപൈഡ് കാശ്മീരിന് സമീപത്തായിട്ടാണ് ഈ കുപ്വാര, ബാരമുള്ള, ഉറി മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടാമതാണ് ആ ആർമി ബാരക്കിൽ രണ്ടാമതാണ് ആക്രമണം നടക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് 4 ഭീകരരുടെ ഓപ്പറേഷനാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് 4 ഭീകരരൊന്നുമല്ല. ഇനി കാലം തെളിയിക്കട്ടെ, ഇനിയും ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഈ ഉറി മേഖല എന്ന് പറയുന്നത് മുൻ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ ശക്തി ആർജിച്ച മേഖലയാണ്. തീർച്ചയായിട്ടും JKLF ആം
ആംസ് എല്ലാം സറണ്ടർ ചെയ്തിട്ട് ഇന്നും JKLF-നെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികളുണ്ട്. ഒരുപക്ഷെ അവരുടെ സഹായം കൂടെ ഈ ജെയ്ഷെ മുഹമ്മദിനോ ലഷ്കർ ഇ തോയ്ബയ്ക്കോ ആരാണോ ചെയ്തത് അവർക്ക് കിട്ടിക്കാണും. രണ്ടാമതായിട്ട് പറയുന്നത്, തീർച്ചയായിട്ടും കാശ്മീരി ജനതയുടെ മനസ്സിനെ വീണ്ടെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. വികാരങ്ങളിൽ അധിഷ്ഠിതമായിട്ട് യാത്ര ചെയ്യുന്ന കാശ്മീരി ജനത AK-47 കൊണ്ടോ ഗ്രനേഡ് ലോഞ്ചർ കൊണ്ടോ അവരുടെ ലക്ഷ്യത്തിനെ നേടിയെടുക്കുവാൻ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുമ്പോൾ ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും അവരെ നിരായുധീകരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഗവൺമെൻറ് തീർച്ചയായിട്ടും സമർപ്പണവും ത്യാഗവും ചെയ്തേ പറ്റുകയുള്ളൂ. AB വാജ്പേയി അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ആൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസുമായിട്ട് ചർച്ച നടത്തിയല്ലോ. എന്തുകൊണ്ട് മോഡിക്ക് ആൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല? കാശ്മീർ ജനതയായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെ നിന്ന് ഡെലിഗേഷൻ പോയല്ലോ, എത്രയോ ഡെലിഗേഷൻ പോയി. ഈ ഡെലിഗേഷൻ തീരുമാനിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് പരസ്യമാക്കുന്നില്ല? അതായത് ശ്രീ ജിജി പോൾ, അത്തരത്തിലൊരു ചർച്ചയുടെ സാധ്യത ഇപ്പോഴുമുണ്ടോ? നമുക്കറിയാം, ബുർഹാൻ വാനിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഭീകരനെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവിടെ ഉണ്ടായ ആക്രമണങ്ങൾ, ഒരു പക്ഷേ അതിന് നേരെ ഉപയോഗിച്ച പെല്ലറ്റ് ഗൺ അടക്കമുള്ളവയെ ഒരുപാട് ചർച്ചയായി അന്താരാഷ്ട്ര വേദികൾ പോലും. ഇങ്ങനെ മനുഷ്യാവകാശ വിരുദ്ധമായ വശങ്ങൾ ഉണ്ടാകുന്നു അവിടെയെന്ന് ഉയർത്തിക്കാട്ടാൻ പാകിസ്ഥാന് സ്പേസ് കൊടുക്കുന്നതായത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇന്ത്യൻ ഭരണകൂടത്തിന് പരിമിതികളില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും ഇന്ത്യൻ ഭരണകൂടത്തെ കുറ്റം പറയാനാകുമോ? അങ്ങനെയാണെങ്കിൽ കാശ്മീർ ജനതയെ വിശ്വാസത്തിലെടുത്ത് ചർച്ചയുടെ മേശപ്പുറത്ത് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ ഇത്? പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായും അങ്ങനെ അങ്ങ് മോദിയെ കുറ്റം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൂടി ചർച്ചയിലേക്ക് എടുത്താൽ ശ്രീ ജിജി പോൾ. മോഡിയെ കുറ്റം പറയുന്നില്ല. മോഡി ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബഹുമാനപ്പെട്ട മോഡി. പക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം കാശ്മീരിൽ കൈക്കൊണ്ടിരിക്കുന്ന പല നടപടികൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ കൊടുത്ത ഉപദേശങ്ങളായിരിക്കും, അതെല്ലാം അൾട്ടർലി ഫെയിൽഡ് ആണ്. കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം കാശ്മീരിൽ ഒരുപാട് മനുഷ്യ അവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലയാണ്. തല പോയി കഴിഞ്ഞാൽ ബാക്കി 28 സ്റ്റേറ്റ് വെച്ച് എന്ത് പ്രയോജനം? അത് നമ്മൾ ആലോചിക്കണ്ടേ. രണ്ടാമത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മളെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാകിസ്ഥാൻ എപ്പോഴും ഇതിലേക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഇന്ത്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻസിൻ്റെ അടുത്ത് പാകിസ്ഥാൻ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണം വേണം വേണം. പക്ഷെ നമ്മളത് പിന്നെ സ്വീകരിക്കുന്നില്ല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾക്ക് ഈ തീവ്രവാദം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടും? കാശ്മീരിലെ സമാധാനത്തിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കൈകൾ എന്ന് സ്വതന്ത്രമാകുമോ അന്ന് സമാധാനം വരും, എവർലാസ്റ്റിംഗ് പീസ് വരും. കാശ്മീരി ജനതയും ഇന്ത്യൻ ജനതയും സമാധാനവും സുരക്ഷിതത്വം ആവശ്യപ്പെടുന്നു, അതാണ് അവർ സ്വീകരിക്കപ്പെടാൻ പോകുന്നത്. ബട്ട് ഇവിടുത്തെ ചില പൊളിറ്റീഷ്യൻസിന് ഈ സമാധാനം വേണ്ട, ഇങ്ങനെ 400 കോടി 500 കോടി ഓരോ വർഷം പമ്പ് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ തലയായിട്ടുള്ള കാശ്മീരിൻ്റെ തീവ്രവാദി സംസ്ഥാനമായിട്ട് മുദ്രയടിക്കുക. ഇത് മാറ്റിയില്ലെങ്കിൽ ഈ ക്യാൻസർ, തീവ്രവാദം എന്ന് പറയുന്ന ക്യാൻസർ കന്യാകുമാരിയിലോട്ടും വ്യാപിക്കും. അപ്പോൾ മാത്രമേ ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യവും ഇല്ല. തീർച്ചയായും. അല്ല, ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുഖവിലക്കെടുക്കണം. ഇന്ത്യക്കകത്തും പാകിസ്ഥാനിലും ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കും അഭിപ്രായ ഐക്യത്തോടു കൂടി കൂട്ടിയോജിപ്പിക്കാനുള്ള കാര്യം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ രാജേഷിനോട് ഞാൻ പർട്ടിക്കുലറായിട്ടുള്ള ചില സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉന്നയിച്ചിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം സമർത്ഥമായി ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം കാരണമായി പറഞ്ഞത് കോൺഗ്രസിനെതിരെ ഞാനൊന്നും ഉന്നയിച്ചില്ല എന്ന പരാതിയാണ്. ഞാൻ കോൺഗ്രസിനെതിരെ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ നിങ്ങൾക്കെതിരെ പറയാനുള്ള 2 കാരണങ്ങൾ, ഒന്ന്, നിങ്ങളിന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒരു ശരാശരി ഇന്ത്യക്കാരൻ നിലയിൽ എനിക്ക് കേൾക്കേണ്ട, ഒരു ഇന്ത്യക്കാരന് കേൾക്കേണ്ട ഉത്തരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അത് നിങ്ങളോടാണ് ചോദിക്കേണ്ടത്, കോൺഗ്രസിനോടല്ല. 2, എക്കാലവും ദേശസുരക്ഷ എന്നത് അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് അവകാശപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തുകയും വോട്ട് സമാഹരിക്കുകയും ചെയ്ത പാർട്ടിയാണ് നിങ്ങളുടേത്. തീവ്ര ഹിന്ദുത്വവും തീവ്രദേശീയതയുമാണ് നിങ്ങൾ ഉയർന്ന മുദ്രാവാക്യം. അതുകൊണ്ടാണ് നിങ്ങൾ ആൻസറബിൾ ആവുന്നത്. 3, ഈ പാനലിൽ നിങ്ങളോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. താങ്കൾ ഉത്തരങ്ങൾ പറഞ്ഞതുമില്ല.
മറ്റൊന്ന് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് CPIM എന്ന് താങ്കൾ ഒരിക്കൽ പറയുകയുണ്ടായി. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും അവിടെ ആവർത്തിക്കുന്നു. കാശ്മീരിലെ ഗ്രൗണ്ട് എക്സ്പീരിയൻസിൽ ഈ ഇരിക്കുന്ന പാനലിൽ ഞാൻ ചോദിക്കുന്നു, BJPക്ക് അവകാശപ്പെടാനുണ്ടോ ഒരു പാർട്ടി നേതാവിൻ്റെ കാര്യം? അവിടുത്തെ തീവ്രവാദികൾ വേട്ടയാടുന്ന യൂസഫ് തരിഗാമിയുടെ വീട് ആക്രമിച്ചു, യൂസഫ് തരിഗാമിയുടെ കുടുംബം ആക്രമിക്കപ്പെട്ടു. Z കാറ്റഗറി സെക്യൂരിറ്റിയോടുകൂടി അതീവ സുരക്ഷയോടുകൂടി രാജ്യം കൊണ്ടുപോകുന്ന ഒരു CPIMൻ്റെ നേതാവ്. ഞാൻ ചോദിക്കുന്നു, തരിഗാമിയെപ്പോലെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അത്തരത്തിലൊരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു ത്യാഗമേറ്റ് വാങ്ങിയ തീവ്രവാദികൾ യുദ്ധം ചെയ്യുന്ന ഒരു നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് കാശ്മീരിൽ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ BJP ഇത് വെറുതെ പറയാണ്. രണ്ട്, ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നരേന്ദ്രമോദി നടത്തിയ നീക്കങ്ങൾ, അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യയുമായി നടത്തി, ലോകത്തിൻ്റെ എല്ലാ കോഡുകളുമായി നടത്തി, പാകിസ്ഥാൻ മാത്രം വഴങ്ങുന്നില്ല. എൻ്റെ രാജേഷ്, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്, സൗദി അറേബ്യ ശത്രു രാജ്യമല്ല. നമ്മുടെ ശത്രു രാജ്യത്തോടുള്ള ഡിപ്ലോമാറ്റിക് നമ്മുടെ അയൽ രാജ്യമാണ്. ഇവിടെ ഒരു പ്രശ്നം, ആ അയൽ രാജ്യം അതും ശത്രു രാജ്യം, നമുക്ക് അപകടം വരുന്നത് അവരാണ്. അതാണ് നമ്മുടെ ദേശസുരക്ഷയുടെ പ്രശ്നം വരുന്നത്. ആ ദേശസുരക്ഷയുടെ പ്രശ്നവും ഏതെങ്കിലും ട്രേഡ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം തമ്മിൽ എങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യും? ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമോ തൊഴിൽ പ്രശ്നത്തിലോ ഒരു രാജ്യവുമായി, അത് ശത്രു രാജ്യമല്ല, സൗദി അറേബ്യയുമായി ഇടപെട്ട കാര്യമാണ് അദ്ദേഹം ക്രെഡിറ്റായി ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെ നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹം ലോകത്തിലൂടെ സഞ്ചരിക്കാനാണ് സമയം ചെലവഴിച്ചത്. അത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വേറെയുണ്ട്, നമുക്ക് വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ ഇഷ്യൂ അല്ല. ഇന്ത്യയുടെ മുമ്പിൽ നിങ്ങൾ ദേശ സുരക്ഷയെ മുൻനിർത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന BJP ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാശ്മീർ പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിൽ, കാശ്മീർ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ അത് പറഞ്ഞ് വോട്ട് ചോദിച്ചവരാ. നിങ്ങൾ അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസത്തിനിടയിൽ നിങ്ങൾ അക്കാര്യത്തിൽ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും എടുത്ത മുഴുവൻ സ്റ്റെപ്പും ഫെയിലുവർ ആയിരുന്നു എന്ന് തെളിയിക്കുകയാണ്. തീർച്ചയായും രാജേഷ്, അതിന് നിങ്ങൾ ഉത്തരം പറയണ്ടേ? രാജേഷ്, സമ്പൂർണമായ ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക്കൽ ബ്ലണ്ടറാണ് മോഡി സർക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നത് കൂടിയാണ് പറയേണ്ടത്. ഇതാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. മറുപടി ഉണ്ടോ? പരിഹാരം എന്ത്? മറുപടിയല്ല, ഒരു ക്രൂരമായ തമാശ ഈ സാഹചര്യത്തിൽ റഹീം പറഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റഹീമേ, നരേന്ദ്രമോദിയുടെ ഡിപ്ലോമാറ്റിക് സ്റ്റെപ്സിനെ കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പല രാജ്യങ്ങളുമായി സ്വീകരിച്ചിട്ടുണ്ട്, ഏറെക്കുറെ എല്ലാം വിജയിച്ചിട്ടുണ്ട്, പാകിസ്ഥാനുമായിട്ട് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. 1947 മുമ്പ് ആരംഭിച്ച ഒരു തർക്കം നരേന്ദ്രമോദി ഒരു സന്ദർശനം നടത്തിയത് കൊണ്ടോ ഒരു സ്റ്റെപ്പ് എടുത്തുകൊണ്ടോ അജിത് ഡോവൽ ഒന്ന് പോയതുകൊണ്ടോ തീരുകയില്ല. വിഡ്ഢികൾക്ക് മാത്രമേ അങ്ങനെ പോയി കഴിഞ്ഞാൽ തീരും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു. നമ്മൾ ആ നിലപാട് സ്വീകരിച്ചു എന്ന് കഴിഞ്ഞിട്ട് അതേ വഴിയിൽ കൂടി പാകിസ്ഥാൻ വരണമെന്ന് നിർബന്ധമില്ല, അവർ വന്നിട്ടുമില്ല. കാരണം എന്താ? പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. നരേന്ദ്രമോദി ഒരു ദിവസം പാകിസ്ഥാനിലേക്ക് ചെന്നു എന്ന് കരുതി പിറ്റേ ദിവസം മുതൽ പാകിസ്ഥാൻ നമ്മളോടൊപ്പം ബായ് കമ്പനി കൂടുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. മറ്റൊന്ന്, താങ്കൾ ഏത് ലോകത്തിരുന്ന് റഹീമെ സംസാരിക്കുന്നത്? താങ്കൾ ചോദിച്ചു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് കാശ്മീരിൽ ഇവിടെ പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കാശ്മീരിലേക്ക് യുവമോർച്ചയുടെ സമരവുമായി പോകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ജമ്മു കടന്നപ്പോഴേക്കും ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഞങ്ങളെ 2 ദിവസം തടവിൽ പാർപ്പിച്ചിരുന്നുണ്ട്. നിരവധി യുവമോർച്ചയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരോടൊപ്പം ഞാൻ ജമ്മുവിൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു തരിഗാമിയെക്കുറിച്ച് പറയുന്നു, നിങ്ങളുടെ MLA ആണ്, നിരവധി കാലമായി തരിഗാമി അവിടെ ജയിച്ചു വരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കാശ്മീർ ഭരിക്കുന്ന BJP കൂടെ ചേർന്ന ലോക്കൽ ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ ജനങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണോ BJPക്ക് അവിടെ ഉപമുഖ്യമന്ത്രി ഉണ്ടായത്? ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ അടിത്തറ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തരിഗാമി ജയിച്ചു വരികയല്ലേ. ഒരു തരിഗാമി അല്ലാതെ ഒരു തരി പോലും അപ്പുറത്ത് ജയിച്ചു വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. തരിഗാമി ജയിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിലാണ്. ആയിരക്കണക്കിന് ജനങ്ങളുമായി ബന്ധമുള്ള ലോക്കൽ ലീഡേഴ്സ് BJPക്ക് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഭരിക്കുന്നത്. തീർച്ചയായും. എന്നിട്ടും രാജേഷ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശ്രീ രാജേഷ്, എന്നിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഡോവലിനെ പോലെ വളരെ പ്രഗത്ഭര് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടും അതാണ് പരാജയം. എവിടേക്ക് പോകണം എന്നറിയാതെ. തീർച്ചയായും രാജേഷ് അവിടെ നിങ്ങൾ PDPയുമായി ചേർന്നാണ് ഭരണം നടത്തുന്നത്. ഒരു ഇടവേള, സമയപരിമിതി കൊണ്ട് ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. ശ്രീ ജിജി പോൾ, അവസാന ഘട്ടത്തിലേക്ക് ചർച്ച കടക്കുമ്പോൾ വന്നതും പോയതും ഒക്കെ ഇരിക്കട്ടെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെ സൂചി കൊണ്ട് എടുക്കേണ്ടത്
തൂമ്പ കൊണ്ടെടുക്കുന്നതിലേക്കൊക്കെ മോഡി സർക്കാർ വരുത്തി. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പോകട്ടെ, പക്ഷെ 17 സൈനികർ മരിച്ചു. ഇവരുടെ രക്തമാകണം അവസാനം അവിടെ വീഴേണ്ടത്. അതിനപ്പുറം ഇനി ഒരു രക്തവും ഒരു തുള്ളി വീഴരുത്. അത് പൗരന്മാരുടേതായാലും സൈനികരുടേതായാലും. ആ വിധത്തിലൊരു സമാധാനം അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്കാകുമോ? അതിന് ഇന്ത്യ എന്തൊക്കെ ചെയ്യണം? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും കാശ്മീരി ജനത ഒരു കാരണവശാലും തീവ്രവാദത്തെ പ്രോത്സാഹനം ചെയ്യുന്നവരല്ല. കാശ്മീരികൾ സമാധാന കാംക്ഷികളാണ്. ഒരു ചെറിയൊരു ശതമാനം തീവ്രവാദത്തിൽ ആകർഷിക്കപ്പെട്ട് ഇന്ത്യ വിരുദ്ധ സമീപനവുമായിട്ട് പാകിസ്ഥാൻ്റെ സ്പോൺസേഡ് മിലിറ്റൻസിയുടെ കീഴിൽ അണിനിരക്കുന്നു. ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ത്യാഗം ചെയ്യണം. സമർപ്പണത്തിൻ്റെ പാതയിൽ കൂടെ ഇന്ത്യ സഞ്ചരിക്കണം. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ. ഒന്നാമത്, ഇന്ത്യ കാശ്മീരിലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യണം. രണ്ടാമത്, വിഘടനവാദികളുമായിട്ടും ഇന്ത്യ ചർച്ച ചെയ്യണം. മൂന്നാമത്, പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യണം. ഈ 3 പേരുമായിട്ട് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ കാശ്മീരിൽ സമാധാനം സൃഷ്ടിക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സാങ്കല്പികപരമായിട്ട് യന്ത്രത്തോക്കുകളുടെയും AK-47ൻ്റെയും കുറേ പ്രത്യേക നിയമങ്ങളുടെയും പുറകെ ഇന്ത്യൻ ഗവൺമെൻറ് ഇനിയും സഞ്ചരിക്കുകയാണെങ്കിൽ ഇമാതിരിയുള്ള പാവപ്പെട്ട സൈനിക ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് കണ്ണുനീരിൻ്റെ പാതകൾ നിങ്ങൾ ഒരുക്കി കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്ന ലക്ഷങ്ങൾ കൊണ്ട് ഈ പാവപ്പെട്ട സൈനികർക്ക് അവരുടെ ജീവനൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എത്ര വർഷമായിട്ട് ഈ നാടകം കോൺഗ്രസും ബാക്കി കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നവരും ഈ നാടകം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇതിന് അവസാനം കാണണ്ടേ? സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാത ഇന്ത്യയിലെ അധികാരികൾ സ്വീകരിക്കണം. എല്ലാ പേരുമായിട്ട് ഒറ്റക്കെട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യുമ്പോൾ സമാധാനം അടിത്തട്ടിൽ നിന്ന് വരും. ആ സമാധാനമായിരിക്കും ശാശ്വത സമാധാനം കാശ്മീരിൽ വരുന്നത്. ഇന്ത്യ ഈ 400-500 കോടി രൂപ കൊണ്ട് കാശ്മീരിൽ സമാധാനം സൃഷ്ടിക്കാൻ പറ്റില്ല. സമാധാനം വരും. കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കൈകൾ തുറന്നു കൊടുക്കണം. തീർച്ചയായും രാജേഷ് അവസാനമായി ഇങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് അതൊക്കെ നെഞ്ചിലേറ്റാൻ ഭരണകൂടം തയ്യാറാകുമോ? BJP അതിലേക്ക് സമ്മർദ്ദം നയിക്കുമോ? മോഡി അടക്കമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ പ്രശ്നപരിഹാരം തൊട്ടടുത്താണ്. അല്ല, പ്രശ്നപരിഹാരമൊക്കെ വരട്ടെ. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ചെയ്തവർക്ക് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഗവൺമെൻറ് ഇച്ഛാശക്തി എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ ജിജി പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ വേണ്ടി സമയം കിട്ടിയില്ല. അദ്ദേഹം ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിലെ വിദ്യാഭ്യാസ രംഗത്തായാലും സാമ്പത്തികമായും ആരോഗ്യരംഗത്തും അവിടുത്തെ ജനതയെ മുൻപോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്നും 4 കിലോമീറ്റർ ഇപ്പുറത്ത് ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് സ്മൃതി ഇറാനി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ കമ്മിറ്റിയിൽ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം കണ്ടില്ല. ആ ജനതയെ സമൂഹത്തിന്റെ അതാണ് രാജേഷ് പറഞ്ഞത്. വളരെ കാതലായ കാര്യമാണ് ജിജി പോൾ കാതലായ കാര്യമാണ് രാജേഷ് പറഞ്ഞത്. അത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ആ പൗരന്മാരെ മെച്ചപ്പെടുത്തുന്ന ഒരു വലിയ പ്രവർത്തനം മോദി സർക്കാർ ചെയ്യുന്നുണ്ട്. അത് കാണാതിരുന്നുകൂടാ. അതിനെയൊക്കെ വെട്ടിലാക്കാനാണ് പാകിസ്ഥാന്റെ ഈ നീക്കം. ശരിയാണോ അത് ജിജി പോൾ? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ പോയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ജമ്മു കാശ്മീരിൽ പോയിട്ടുണ്ട്. ആണോ ജിജി പോൾ അദ്ദേഹത്തിന്റെ ടൂർ ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ജിജി പോൾ കേൾക്കാമോ? ശ്രീ രാജേഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ മാത്രമല്ല, കാശ്മീരിലുള്ള എല്ലാ മേഖലകളിലും പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒരുപാട് പ്രഗത്ഭമായിട്ടുള്ള രംഗങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്. ആരുടെ സഹായത്താൽ? ഉദംപൂരിലെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ഇൻ ചാർജ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രവർത്തനം. അതൊന്നും നമ്മൾ മോശപ്പെട്ട രീതിയിൽ പറയുന്നത്. പക്ഷേ ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രമല്ല ശ്രീ രാജേഷ്, ഇന്ത്യക്ക് വേണ്ടത് സമാധാനം, സുരക്ഷിതത്വമാണ്. അത് നിങ്ങൾ സൃഷ്ടിക്കണം. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ശ്രീ എ റഹീം അവസാനമായി ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ പോസിറ്റീവായ നീക്കങ്ങളെ ഒക്കെ അതാത് രീതിയിൽ തന്നെ അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ പ്രശ്നം കാതലായി കിടക്കുന്നത് എവിടെയാണെന്നാണ്. ഇത്തരത്തിൽ സമാധാനം തൊട്ടരുകെ ഉണ്ടായിട്ട് പോലും അജണ്ടകൾ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ മോദി സർക്കാരിന് സമാധാനത്തിലേക്ക്, ജനങ്ങളെ വിശ്വാസത്തിലേക്ക് എടുക്കാനാകാത്തത്, സംഘർഷങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്, 17 സൈനികരുടെ ജീവൻ ലേക്ക് വരെ എത്തി നിൽക്കുന്നത്? അവസാനമായി ശ്രീ എ റഹീം, രാഷ്ട്രീയ അജണ്ടകൾക്കപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ മാറുമ്പോൾ മാത്രമേ, വീക്ഷണം മാറുമ്പോൾ മാത്രമേ കാശ്മീർ പോലൊരു നിർണായകമായ പ്രശ്നം പരിഹരിക്കാനാവുകയുള്ളൂ.
ശ്രീ രാജേഷ് വികാരഭരിതനാകേണ്ട കാര്യമില്ല. മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് ഒറ്റയടിക്ക് ആർക്കും ഇത് പരിഹരിക്കാനാകും എന്ന് ഞാൻ എങ്ങും പറഞ്ഞില്ല. പക്ഷേ നിങ്ങളതിനു വേണ്ടി എടുക്കുന്ന നിലപാടുകൾ തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം നിങ്ങൾ ഈ കാര്യത്തിലെന്നല്ല എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും സ്വീകരിക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ്. ഉദാഹരണം നിങ്ങൾ നോക്കൂ. നിങ്ങൾ പറയുന്ന പാകിസ്ഥാൻ വിരുദ്ധമായ നിലപാടാണോ PDPക്കുള്ളത്? നിങ്ങൾ പറയുന്നു കാശ്മീർ നിങ്ങൾ ഭരിക്കുന്നു എന്ന്. കേന്ദ്രം ഭരിക്കുന്നു, ജമ്മു ആൻഡ് കാശ്മീർ ഭരിക്കുന്നു. നിങ്ങൾക്കെന്തേ അവിടെ നിയന്ത്രിക്കാനാകുന്നില്ല? നിങ്ങൾ പറയുന്നു ജനങ്ങളുടെ മനസ്സിലാകുന്നങ്ങളാണ്. എന്തേ നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സറിയാനാകുന്നില്ല? പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തിയിട്ടില്ലേ നിരവധിയുണ്ട് PDP? ആ PDPക്കൊപ്പം തോളിക്കയിട്ടില്ലേ നിങ്ങൾ ദേശസ്നേഹം പ്രസംഗിക്കുന്നേ പാകിസ്ഥാനെതിരെ? അപ്പോൾ നിങ്ങളിത് രണ്ടും പറയാണ്. എന്നിട്ട് യൂസുഫ് തരിഗാമി ഇപ്പോൾ ഉള്ളവരെ നിങ്ങൾ കുറ്റം പറയുന്നു. ഞാൻ പറയട്ടെ ഇവിടെ രാഷ്ട്രീയമായ വിവാദങ്ങളല്ല. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. അത് ആൻസറബിളാണ്. നിങ്ങൾ എത്ര കൊണ്ട് ഒഴിഞ്ഞു പോയാലും. നിങ്ങൾ പത്താൻകോട്ട് നടന്നു, അതിൻ്റെ സെയിം അറ്റാക്ക് ഉറിയിൽ ആവർത്തിക്കുന്നു. ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെന്റ് തുടർച്ചയായി പരാജയപ്പെടുന്നു. തീർച്ചയായും സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുന്നു. അജണ്ടകൾ ഉപേക്ഷിക്കൂ. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഭരണകൂടം നിസ്വാർത്ഥമായ, സ്വതന്ത്രമായ, തുറന്ന സമീപനത്തോടെ മനസ്സോടുകൂടി മുമ്പോട്ട് പോകൂ. ഒരു സൈനികന്റെയും ഒരു പൗരന്റെയും ചോര ഇനി കാശ്മീരിലല്ല ഇന്ത്യയിൽ വീഴാതിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. 17 സൈനികർക്ക് ഒരിക്കൽ കൂടി പീപ്പിൾ TVയുടെ ആദരാഞ്ജലി.